കഴിഞ്ഞ ദിവസം കാണാൻ പോയ ആ താരയില്ലേ, ശ്രീലക്ഷ്മിയുടെ അമ്മ, അവളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യണം. അത് ഇന്ന് തൊട്ട് ചെയ്തോളൂ. ഓക്കെ സാർ, ഞാനത് ചെയ്യാം. സാർ, വേറൊരു കാര്യമുണ്ട്. സാർ, കഴിഞ്ഞ ദിവസം നമ്മളെ വിളിക്കുന്ന കൊലയാളിയുടെ ഫോൺ റെക്കോർഡ്സ് ട്രാക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നില്ലേ? അത് ട്രാക്ക് ചെയ്തു സാർ. അത് സിറ്റിയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ട് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ നിന്നാ ആ കോളുകൾ വരുന്നത്. വെരി ഗുഡ്. എങ്കിൽ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ഫുൾ ഫോഴ്സിനെ റെഡിയാക്ക്. നമുക്ക് ഇപ്പൊ തന്നെ ആ ബിൽഡിങ്ങിലേക്ക് പോവാം. സാർ, അവൻ ഇവിടെ ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടോ? അവൻ വേറെ എവിടെയും പോവാനുള്ള ചാൻസ് ഇല്ല. അവൻ ഇവിടെ തന്നെ ഉണ്ടാവും. അവസാനം നീ എൻ്റെ അടുത്ത് എത്തിയല്ലേ? എത്താതെ നിവർത്തിയില്ലല്ലോ. ഡ്യൂട്ടി അതായി പോയില്ലേ? നീ എന്താ വിചാരിച്ചേ? ഒരു ഫോണിനപ്പുറം നിന്ന് നീ ഓരോന്ന് പറഞ്ഞ ഞാൻ ഒരിക്കലും നിന്നെ കണ്ടെത്തില്ലെന്നു. അതിന് വേണുഗോപാല് വേറെ ജനിക്കണം. നിന്നെ കണ്ടുപിടിക്കുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ചിരിക്കും. ഇനി നീ പറ, ഇന്നല്ലെങ്കിൽ നാളെ നീ എന്നെ കണ്ടെത്തുന്നു എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. കാരണം ഏറ്റെടുത്ത കേസുകളൊന്നും നീ ഇന്നേ വരെ തോറ്റിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്തായാലും ചോദിച്ചോ, എന്താ നിനക്കറിയേണ്ടത്? അറിയാനുണ്ട് ഒരുപാട്. പക്ഷേ അതിവിടെ വെച്ചിട്ടില്ല, അങ്ങ് പോലീസ് സ്റ്റേഷനിൽ വെച്ച്. അവിടെ കൊണ്ടുപോയിട്ട് എനിക്ക് ഒരുപാട് ചോദിച്ചറിയാനുണ്ട് നിന്റെ അടുത്ത് നിന്ന്. എന്താ അഹങ്കാരം സാർ ഇവന്? പിടിക്കപ്പെട്ടിട്ടും ഒരു കൂസലില്ലാതെ സംസാരിക്കുന്നത് കേട്ടില്ലേ? ഇവൻ എന്താ ചെയ്യേണ്ടത്? വേണ്ട, ഇവിടെ വെച്ച് ഒന്നും ചെയ്യണ്ട. ഇവനെ പിടിച്ച് ജീപ്പിൽ കയറ്റ്. ബാക്കി സ്റ്റേഷനിൽ ചെന്നിട്ടാവാം. പറ, നീ ആരാ? എന്താ നിന്റെ പേര്? എന്നെക്കുറിച്ച് ഒന്നും അറിയാതെയാണോ എന്നെ ഇവിടെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്? ഇത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. എന്തായാലും ഞാൻ എൻ്റെ പേര് പറയാം. റോഹൻ തോമസ്. നീ വല്ലാതെ സന്തോഷിക്കൊന്നും വേണ്ട. പറ, നീ എന്തിനാ ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ നീയാണ് ചെയ്തതെങ്കിൽ പറയണം, എന്തിനു വേണ്ടിയിട്ടാ ഇത് ചെയ്തത്? നിനക്ക് ശ്രീലക്ഷ്മി അറിയോ? നീയും ശ്രീലക്ഷ്മിയും തമ്മിൽ എന്താ ബന്ധം? നീ ഇത് എങ്ങനെ ചെയ്തത്? എല്ലാത്തിനുള്ള ഉത്തരം നീ പറഞ്ഞേ പറ്റൂ. സന്തോഷമോ? അതെനിക്ക് നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കാലായി സാറേ. ഇപ്പോ ഒരു തരം മരവിപ്പ. എന്തിൻ്റെ പേരില ഞാൻ സന്തോഷിക്കേണ്ടത്? ഞാൻ സ്നേഹിച്ച, എൻ്റെ ജീവന് തുല്യമായിട്ട് ഞാൻ കണ്ട എൻ്റെ പെണ്ണിനെ ആശുപത്രി കിടക്കയിൽ ഒന്നിനും കൊള്ളാതെ കെടുത്തിയത് കണ്ടിട്ടു. എൻ്റെ സ്വർഗതുല്യമായ ജീവിതം ഇതുപോലെ നരകതുല്യമാക്കിയതിനോ? എന്തിൻ്റെ പേരില ഞാൻ സന്തോഷിക്കണ്ടേ? സാറൊന്ന് പറ. നിന്റെ പെണ്ണെന്ന് നീ ഉദ്ദേശിച്ചത് ശ്രീലക്ഷ്മിയാണോ? പറ. അതെ, അവള് തന്നെ, ശ്രീലക്ഷ്മി, എൻ്റെ മാത്രം ശ്രീ.
അവളെ ഒന്നിനും കൊള്ളാത്തവളാക്കി ആശുപത്രി കിടത്തിയവരെ കൊന്നതിനാണോ സാറ് എന്നെ ഇവിടെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങൾക്കറിയില്ല അവര് എൻ്റെ അടുത്തും അവളുടെ അടുത്തും എന്താ ചെയ്തതെന്ന്. ഞങ്ങള് സ്വപ്നം കണ്ട ഞങ്ങളുടെ ജീവിത അവര് നശിപ്പിച്ചത്. ഇവളിത് എവിടെ പോയി കിടക്ക? ഓയ് സാറേ, കൺകൾ ഏതോ தேட கலவாட நெஞ்சம் தானே பாட பறந்தோட அடி ஒவ்வொரு பொழுதும் ஓன அப்படி நான் ரசிச்சேன். உயிர் கொல்லுது ஓனப்பு கண். ഓ വന്നോ? എവിടെയായിരുന്നടി ഇത്ര നേരം? ചൂടാവാതെ മാഷേ, ആദ്യം എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക്, എന്നിട്ടും മതി ചൂടാവണോ വേണ്ടയോന്ന് തീരുമാനിക്കുന്നത്. ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അത് സാറ് ലാസ്റ്റ് മിനിറ്റിലാ പറഞ്ഞത്. അപ്പൊ എങ്ങനെയാ, ഞാൻ മെസ്സേജ് അയക്കാന്ന് വിചാരിച്ചു, അപ്പഴേക്കും പെട്ടെന്ന് സാറ് ക്ലാസ്സിൽ കയറി വന്നത്. അതുകൊണ്ടല്ലേ. അല്ലെങ്കിലും നിനക്ക് എപ്പോഴും ഉണ്ടാവല്ലോ ഓരോ എക്സ്ക്യൂസസ് പറയാൻ. ആ ഇനി ഞാനത് സഹിച്ചല്ലേ പറ്റൂ. ഇത് എക്സ്ക്യൂസ് അല്ല റോഹ, സത്യമായിട്ടുള്ള കാര്യ. ഞാൻ എന്തിനാ നിന്റെ അടുത്ത് കള്ളം പറയുന്നേ? ആ ഞാൻ സമ്മതിച്ചു. നീ എന്തായാലും വണ്ടി കയറ്. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ ചെക്കനെ ഈ ദേഷ്യപ്പെടുമ്പോ കാണാൻ പ്രത്യേക ലുക്കാ. അയ്യോ മതി മോളെ സോപ്പിട്ടത്. എനിക്ക് നിന്റെ അടുത്ത് ഒരു ദേഷ്യമില്ല. പോരെ, ഇനി അതും പറഞ്ഞു വെറുതെ നീ ഇങ്ങനെ പതപ്പിക്കാൻ നിൽക്കണ്ട. കണ്ടുപിടിച്ചല്ലേ? പറ, എങ്ങോട്ടാ? നേരെ വീട്ടിലേക്കല്ലേ? പിന്നല്ലാതെ എങ്ങോട്ടാ, നേരെ വീട്ടിലേക്ക് വിട്ടു. നീ വന്നു. എന്താ ഇത്ര ലേറ്റ് ആയത്? ആ അമ്മ, കുറച്ച് ലേറ്റ് ആയി. ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. സാറ് ലാസ്റ്റ് ടൈമിലാ വന്ന് ക്ലാസ് ഇട്ടത് പറഞ്ഞത്. അതാ വിളിച്ചു പറയാൻ പറ്റാതിരുന്നത്. പിന്നെ ഇന്ന് എന്തുണ്ട് കഴിക്കാൻ? നല്ല ചൂട് പഴംപൊരിയും ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പോയി കഴിച്ചോ. ആ മോനും കയറിയിരിക്കെ, എന്നിട്ട് മോനും കഴിച്ചിട്ട് പോവാം. പിന്നെ എനിക്ക് മോൻ്റെ അടുത്ത് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. വിരോധമില്ലെങ്കിൽ? അതിനെന്താ അമ്മ, അമ്മയ്ക്ക് എൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും സംസാരിച്ചൂടെ? ശ്രീ, നീ പോയി കഴിക്കായിരുന്നു. ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ട് വരാം. ഓക്കേ, നിങ്ങൾ സംസാരിച്ചിട്ട് വാ, ഞാൻ അകത്തുണ്ടായിരിക്കും. മോനെ, അമ്മയ്ക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല. അത് മോൻ എങ്ങനെ എടുക്കുമെന്ന് അമ്മയ്ക്കറിയില്ല. മോൻ വലിയ വീട്ടിലെ കുട്ടിയാ, അത്യാവശ്യം അറിയപ്പെടുന്ന കുടുംബമാണ്. ഇങ്ങനെ മോളെ കൊണ്ടുവരാനും പിന്നെ നിങ്ങൾ തമ്മിൽ എന്താ ബന്ധമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇതൊക്കെ മോൻ്റെ വീട്ടുകാരറിഞ്ഞാലുള്ള അവസ്ഥ മോൻ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അവള് കരയണത് കാണാൻ ഈ അമ്മയ്ക്ക് കഴിയില്ല. അവള് ജനിച്ചപ്പോ അവളുടെ അച്ഛൻ അവൾക്ക് നഷ്ടപ്പെട്ടതാ. അതിനുശേഷം ഒരു കുറവില്ലാണ്ട ഞാൻ അവളെ വളർത്തിയത്. എൻ്റെ കുട്ടിക്ക് ഒരു വിഷമം ഉണ്ടാവണത് കാണാൻ ഈ അമ്മയ്ക്ക് പറ്റില്ല. അതുകൊണ്ടാ അവള് എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കണം. മോന് ഈ അമ്മ പറയണത് മനസ്സിലാവണ്ട? അമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശ്രീയെ സ്നേഹിക്കുന്നത്, അല്ലാതെ സ്വത്തും പണവും ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. അവളുടെ സ്വഭാവം കണ്ടുകൊണ്ടാ. അമ്മ പേടിക്കണ്ട, ഒരിക്കലും ഞാൻ കാരണം അവൾക്ക് വിഷമിക്കേണ്ടി വരില്ല. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. എൻ്റെ വീട്ടിലെല്ലാവർക്കും അറിയാം ശ്രീയെ. എൻ്റെ വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ല.
അമ്മയ്ക്ക് ഇഷ്ടാണെങ്കിൽ എത്രയും പെട്ടെന്ന് നടത്താന്നാ എൻ്റെ വീട്ടുകാർ പറയണത്. ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ ഈ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷായി. ഈ അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ ശ്രീകുട്ടിയെ നിനക്ക് തരുന്നതിൽ. കാരണം അവള് ഒരുപാട് സന്തോഷവതിയായിരിക്കും നിന്റെ കൂടെ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വാ മോൻ കയറിയിരിക്കെ, ചായ കുടിക്കാം. അതെ മാഷേ, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. ഇന്നലെ എൻ്റെ അടുത്ത് ചായ കുടിക്കാൻ പോവാൻ പറഞ്ഞിട്ട് അമ്മ റോഹന്റെ അടുത്ത് എന്താ സംസാരിക്കുന്നുണ്ടായേ? ഓ, അതാണോ? അത് പറയാൻ പറ്റില്ല. അത് ഞാനും അമ്മയും തമ്മിലുള്ള ഒരു സീക്രട്ടാ. പറ, അതെന്താ ഞാൻ അറിയാൻ പാടില്ലാത്തത്ര സീക്രട്ട്? പറയുന്നേ പ്ലീസ്. എൻ്റെ പൊന്നുവോ, കരയണ്ട. അത് വേറൊന്നുമില്ലടി. അത് നിന്നെ എനിക്ക് കെട്ടിച്ച് തരുന്ന കാര്യം അമ്മ സംസാരിച്ചതാ. ശരിക്കും അതാണ് അമ്മ സംസാരിച്ചത്? നമ്മുടെ കല്യാണക്കാര്യം പറഞ്ഞപ്പോ എൻ്റെ മുഖത്തൊരു സന്തോഷം നോക്ക്. ശരിക്കും അത് തന്നെയാ പറഞ്ഞത്. എന്താ, നിനക്ക് സമ്മതല്ലേ എന്നെ കെട്ടാൻ? പിന്നെ എനിക്ക് സന്തോഷമുള്ള കാര്യല്ലേ. എത്ര നാളായിന്നറിയോ ഞാൻ ഇങ്ങനെയൊക്കെ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട്. ശ്രീ, ആ മോൻ വന്നു. അവളിന്നില്ല, ലീവാ. എന്തു പറ്റി അമ്മ? അല്ല, ഇന്നലെ ഒന്നും പറഞ്ഞില്ല അവള്. എന്തെങ്കിലും അസുഖാണോ? ആ മോനെ, കുറച്ച് ദിവസമായി അവൾക്ക് എന്നും തലവേദനയാ. ഡോക്ടറെ കാണാൻ പറഞ്ഞ ആ പെണ്ണ് കേൾക്കണില്ല. ഗുളിക കഴിക്കാൻ മടിയല്ലേ. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവള് പറയണത് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ കണ്ണട വെക്കേണ്ടി വരുന്ന. അതുകൊണ്ടൊന്നും ആ പെണ്ണ് കൂട്ടാക്കണില്ല. മോനൊന്ന് പറയ്, ഞാൻ എത്ര വട്ടം പറഞ്ഞു എന്നറിയോ? ഇതിപ്പോ എന്നും തലവേദനയാ. അത് ശരി അമ്മ, എൻ്റെ അടുത്തും അവൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പക്ഷെ ഞാൻ അത്ര കാര്യമാക്കിയില്ല. ഇന്നെന്തായാലും അവളെയും കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് തന്നെ കാര്യം. എടാ, എനിക്ക് ഡോക്ടറെ കാണണ്ടടാ പ്ലീസ്. ദേ പെണ്ണെ, എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നേ. നിനക്ക് ഡെയിലി തലവേദനയാ. അപ്പൊ ഡോക്ടറെ കാണുന്നോണ്ട് ഇപ്പൊ എന്താ വലിയ പ്രശ്നം? ഇനി കണ്ണട വെക്കാൻ പറയുകയാണെങ്കിൽ തന്നെ അത് നിന്റെ ഗ്ലാമർ കൂട്ടുള്ളൂടി. അതുകൊണ്ട് അടങ്ങി അവിടെ ഇരിക്കേ. ഓ, വലിയ കാര്യായി പോയി. നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നുണ്ട്. വാ, ഇരിക്കേ. എന്താ സുഖം? തലവേദന. ഓക്കെ, എത്ര ദിവസമായി തുടങ്ങിയിട്ട്? അങ്ങനെ എത്ര ദിവസമായി എന്നല്ല ഡോക്ടർ, അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാ. ഇതിപ്പോ കുറച്ച് നാളായി തുടങ്ങിയിട്ട്. ഭയങ്കരമായിട്ട് തലവേദന എടുക്കും. ചില ദിവസമൊന്നും ക്ലാസ്സിൽ പോവാൻ പറ്റാറില്ല. അങ്ങനെ ഇപ്പോ ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കര തലവേദന. അതാ ഇനിയും വെച്ചോണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഡോക്ടറെ കാണാൻ വന്നത്. ഓ, അതെന്തായാലും നന്നായി. ഇപ്പോഴത്തെ തലവേദനകളൊന്നും അങ്ങനെ വെച്ചിരിക്കുന്നത് ശരിയല്ല. നമുക്ക് എന്തായാലും ഒന്ന് ചെക്കപ്പ് ചെയ്യാം. ആദ്യം കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യാം, അതിനുശേഷം ഒന്ന് സ്കാൻ ചെയ്യാം, എന്നിട്ട് പറയാം. ഓക്കെ ഡോക്ടർ, അപ്പോൾ സ്കാൻ ഇവിടെ തന്നെ ചെയ്യണോ അതോ പുറത്താണോ?
അല്ല, ഇവിടെ തന്നെയാ. ദാ ഈ ലിസ്റ്റ് കൊണ്ടുവെക്കോ, ഇതവിടെ കാണിച്ചാൽ മതി. അപ്പോ സ്കാൻ ചെയ്യാം. ഡോക്ടർ അവിടെ നേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ശരി. സ്കാൻ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഒന്നുകൂടെ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. ഡോക്ടർ, റിസൾട്ട് കിട്ടി. അത് കാണിക്കാൻ വേണ്ടി വന്നതാ. ഓക്കെ, കൊണ്ടുവാ. ഓ മൈ ഗോഡ്, ഇത് ആ കുട്ടി എവിടെയാ? എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിപ്പോ എങ്ങനെ പറയാ? താൻ ഞാൻ പറയുന്നത് കാമായിട്ട് കേൾക്കണം. സ്കാനിങ് റിപ്പോർട്ട് പ്രകാരം ഒരു ചെറിയൊരു തടിപ്പുണ്ട് ആ കുട്ടിയുടെ തലയില്. മെഡിക്കൽ സയൻസിൽ അതിനെ ട്യൂമർ എന്നൊക്കെ പറയും. ആം, അത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. സോ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണ്ടി വരും. ഡോക്ടർ, എന്നീ പറയണേ? ക്യാൻസറോ? അവള് അവളിതറിഞ്ഞ അവൾക്കത് താങ്ങാൻ പറ്റില്ല. അത്ര സീരിയസ് ആണോ ഡോക്ടർ? താനിങ്ങനെ ഡെസ്പാവല്ലേ? ഇപ്പോ ഇതൊക്കെ നോർമലാ. മെഡിക്കൽ സയൻസിൽ ഇപ്പൊ ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യ. ഒരു ചെറിയൊരു ഓപ്പറേഷൻ, സർജറി, ആ ഒരു ചെറിയൊരു തടിപ്പ് അത് റിമൂവ് ചെയ്ത് കളഞ്ഞു, അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടി വരും. അധികം ടൈം ഇല്ല. സോ ഒരു 5 lakhs കിട്ടിവെക്കേണ്ടി വരും. ഇല്ല ഡോക്ടർ, പണം എനിക്കൊരു പ്രശ്നമേ അല്ല. ഇതൊരിക്കലും അവൾ അറിയരുത്. വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് നമുക്ക് ഓപ്പറേഷൻ നടത്താം. ഞാൻ എത്രയും പെട്ടെന്ന് ക്യാഷ് അറേഞ്ച് ചെയ്ത് കെട്ടിവെച്ചോളാം. ഡോക്ടർ എപ്പോഴാണെങ്കിൽ ഓപ്പറേഷൻ നടത്തിക്കോ, ഒരു കുഴപ്പമില്ല. എനിക്ക് അവളുടെ ജീവനാ വലുത്. അവൾക്കൊന്നും വരാൻ പാടില്ല. എങ്കിൽ താൻ ക്യാഷ് കൗണ്ടറിൽ അടച്ചോളൂ. നമുക്ക് നാളെ തന്നെ ഓപ്പറേഷൻ നടത്താം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പിന്നീട് എന്ത് സംഭവിച്ചു? ഡോക്ടർ പറഞ്ഞതുപോലെ അന്ന് തന്നെ ഞാൻ 5 ലക്ഷം ആ ഹോസ്പിറ്റലിൽ കെട്ടിവെച്ചു. ശ്രീയോട് എന്തൊക്കെയോ കള്ളം പറഞ്ഞ് അവളെ പിറ്റേ ദിവസവും ഞാനും അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവര് ടെസ്റ്റുകളൊക്കെ ഒന്ന് പറഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് അവളെ മയക്കി ഓപ്പറേഷന് കയറ്റി. ഓപ്പറേഷൻ നടന്നു. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞോടുകൂടി അവള് നടക്കാതെയായി. പിന്നീടാ ഞാൻ ആ ചതി മനസ്സിലാക്കുന്നത്. മനുഷ്യന്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത ഡോക്ടർ മാനേജ്മെന്റാ അവിടെ ഉള്ളതെന്ന്. അതറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. എല്ലാം കഴിഞ്ഞിട്ട് അവള് നടക്കാതായപ്പോ വേറെ ഹോസ്പിറ്റലിലേക്ക് ഞാൻ ചെക്കപ്പിന് കൊണ്ടുപോയി. അപ്പോഴാ മനസ്സിലായത് അവൾക്ക് ക്യാൻസർ ഒന്നും ഇല്ലായിരുന്നെന്ന്. വെറും പണം തട്ടാൻ വേണ്ടി ആ ഡോക്ടർ ഐസക് മാത്യുവും അവിടുത്തെ ചെയർമാനും കൂടി കളിച്ച ഒരു നാടകത്തിന്റെ പേജ് മാത്രമായിരുന്നു എൻ്റെ ശ്രീ. അതിന് നീ അവരെ കൊല്ലായിരുന്നു വേണ്ടിയിരുന്നത്. പിന്നെ ഞാൻ അവരെന്ത് ചെയ്യണമായിരുന്നു? മനുഷ്യന്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്തവരാ. എൻ്റെ ശ്രീ 1000 തവണ പറഞ്ഞതാ അവൾക്ക് ഡോക്ടറെ കാണണ്ടായിരുന്നു എന്ന്. അതങ്ങ് സമ്മതിച്ചു കൊടുക്കാമായിരുന്നു എനിക്ക്. എങ്കിൽ അവൾ അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടാവായിരുന്നു. സാർ പറഞ്ഞില്ലേ ഞാൻ അവരെ കൊല്ലണ്ടായിരുന്നെന്ന്. അവർക്ക് എൻ്റെ ശ്രീയെ പഴയ പോലെ തിരിച്ചു തരാൻ പറ്റിയിരുന്നു. അവളെ ഞങ്ങളുടെ സ്വപ്നങ്ങളല്ലേ അവര് തകർത്തത്. എന്ത് തെറ്റാ
അവള് അവരോടൊക്കെ ചെയ്തത്? ഒന്നും അറിയാത്ത ആ പാവത്തിന് ഒരാവശ്യമില്ലാതല്ലേ ഒരു ഓപ്പറേഷന്റെ പേരില്. ഹും. ന്യായീകരിക്കാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ടാകും. എന്റെ ന്യായീകരണം ഇതാ, ഞാൻ അതിനു വേണ്ടി പോരാടിയതാ. പക്ഷെ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ എനിക്കൊരു നീതിയും നേടിത്തന്നില്ല. അവരും കൈയൊഴിഞ്ഞു. പണത്തിന് മേലെ അവരും അവരുടെ പക്ഷത്ത് ചേർന്നു. എന്നിട്ട് മെഡിക്കൽ സയൻസിന് ടെക്നോളജിനെ പറ്റിയ അബദ്ധമെന്ന് മുദ്ര കുത്തി ആ കേസ് അങ്ങ് ക്ലോസ് ചെയ്തു. അപ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? പറ. ശരിയാ, നിന്റെ ഭാഗത്ത് ന്യായമുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നീ ചെയ്തത് കൊലപാതകം തന്നെയാ. അതെന്തായാലും ഇവിടെ ന്യായീകരിക്കാൻ പറ്റില്ല. ചെയ്തത് നീ തന്നെയാണോ? അതെ, എൻ്റെ ജീവിതം ഇല്ലാതാക്കിയവരെ, ഞാൻ കണ്ട സ്വപ്നങ്ങൾ തല്ലി തകർത്തവരെ, അവരെ രണ്ടുപേരെയും ഞാൻ തന്നെയാ കൊന്നത്. സാർ, ഇയാളുടെ ഭാഗത്ത് അല്ലേ ന്യായം? അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ന്യായം ഇയാളുടെ ഭാഗത്താ നമ്മൾ ചിന്തിക്കുമ്പോൾ. പക്ഷേ അതല്ലല്ലോ. എന്തു പറഞ്ഞാലും ഇവൻ ചെയ്തത് 2 കൊലപാതക. അത് നമുക്ക് മറച്ചു വെക്കാൻ എന്തായാലും പറ്റില്ല. താൻ എന്തായാലും ഒരു കാര്യം FIR റെഡിയാക്കുക. സാർ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ബോഡിയിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റും റോഹന്റെ ഫിംഗർ പ്രിന്റും തമ്മിൽ മാച്ച് ആവുന്നില്ല സാർ. വാട്ട്? ദാറ്റ് മീൻസ് അവനല്ല കൊലപാതകം ചെയ്തത്. ഇതിനു പിന്നില് വേറെ ആരും ഉണ്ട്.